നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറീം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. നിലമ്പൂർ MLA PV അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിന് ലൈസൻസ് ഇല്ല. അപേക്ഷയിലെ പിഴവ് കാരണം പാർക്കിന് ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നേരത്തെ തന്നെ ഒരു വിവരാവകാശ രേഖ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. അതിൽ തന്നെ ഈ പാർക്കിന് അനുമതിയില്ല എന്നതും പുറത്തു വന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇപ്പോൾ ഇന്ന് കൂടരഞ്ഞി പഞ്ചായത്തും കോടതി അറിയിച്ചത്? PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവകാശപ്പെട്ടിരുന്നതൊന്നും തന്നെയല്ല അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം സംസ്ഥാന സർക്കാരും കൂടരഞ്ഞി പഞ്ചായത്തും ഇക്കാര്യം കോടതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു, കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അതായത് PV അൻവറിന്റെ ചിൽഡ്രൻസ് പാർക്കിന് ലൈസൻസ് ഇല്ലാതെയാണ് ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, ടിക്കറ്റ് വെച്ച് ഈ ആളുകളെ അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിവരം അറിയിക്കാനും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പഞ്ചായത്തും സർക്കാരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ലൈസൻസിനായി PV അൻവർ അപേക്ഷ നൽകിയെന്നും പക്ഷേ അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ല എന്നും പഞ്ചായത്തും സർക്കാരും ഇന്ന് കോടതി അറിയിക്കുകയുണ്ടായി. ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് എന്ന് കോടതി തിരികെ ചോദിക്കുകയുണ്ടായി. കൃത്യമായ മറുപടി നാളെ നൽകണം എന്നാണ് സർക്കാരിനോടും പഞ്ചായത്തിനോടും ആവശ്യപ്പെട്ടത്. നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ലൈസൻസ് ഇല്ലാതെ ഈ പാർക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ സർക്കാർ മറുപടി നൽകിയേ തീരൂ. അതായത് PV അൻവറിന് ഒട്ടും സുഖകരമല്ലാത്ത ഉത്തരവ് കോടതിയിൽ നിന്നും, ആ ഒരു ഇടപെടൽ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ശരി, ഏതായാലും പാർക്കിന് പഞ്ചായത്തിന്റെ അനുമതി ഇല്ല എന്നത് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. പക്ഷേ ആ പാർക്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെ, ടിക്കറ്റ് വെച്ച് പണം ഈടാക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇനിയും അറിയിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടില്ലെന്ന് മുൻ മന്ത്രി AC മൊയ്തീൻ. ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള നിക്ഷേപമാണ് ED മരവിപ്പിച്ചത്. നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ ED ആവശ്യപ്പെട്ടു. നിക്ഷേപത്തിന്റെ സ്രോതസ്സടക്കമുള്ള തെളിവുകൾ EDക്ക് കൈമാറിയെന്നും അന്യായമായ ഒരു സ്വത്തും തന്റെ പേരിലില്ലെന്നും AC മൊയ്തീൻ 24-നോട് പറഞ്ഞു. PMLA ആക്ട് അനുസരിച്ചുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എൻ്റെ പേരിലുള്ള 40 ലക്ഷം രൂപ കണ്ടുകിട്ടി എന്നുള്ള വാർത്തയാണ് ഇന്ന് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത്. യാതൊരു വസ്തുതയും ഇല്ലാത്ത വാർത്തയാണ്, സത്യസന്ധമല്ലാത്ത വാർത്തയാണ്. എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു നിക്ഷേപമോ ഇതുവരെ EDയോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോ മരവിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. സൂരജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇദ്ദേഹത്തിന്റെ വിശദീകരണം തള്ളി ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി അത് തുടരും എന്ന് വാർത്ത വരുന്നത്. എന്താണ് ഇന്ന് AC മൊയ്തീൻ പറയുന്നത് ഇക്കാര്യത്തിൽ? ഗൂഗിൾ ഈ AC മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് AC മൊയ്തീൻ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് തന്റെ ഒരു തരത്തിലുള്ള സ്വത്തും കണ്ടുകെട്ടിയിട്ടില്ല. ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള 27 ലക്ഷം രൂപ മരവിപ്പിക്കുക മാത്രമാണ് ED ചെയ്തത്. അന്ന് ED പ്രധാനമായും പറഞ്ഞത് ഇത് സംബന്ധിച്ച രേഖകൾ, ഇത് പണത്തിന്റെ സ്രോതസ് വെളിവാക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് ED നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം ഇത് ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകൾ, അതായത് സഹകരണ ബാങ്കുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വകാര്യ ബാങ്കുകളുണ്ട്. ആ സ്വകാര്യ ബാങ്കുകളിൽ നിന്നെല്ലാമാണ് ഈ ബാങ്കിലേക്ക്, അതായത് നിക്ഷേപത്തിനായി തുക ട്രാൻസ്ഫർ ചെയ്തിരുന്ന ആ ബാങ്കുകളിലെ എല്ലാം രേഖകളും അതുപോലെ തന്നെ പണത്തിന്റെ സ്രോതസ്സും എല്ലാം സംബന്ധിച്ചുള്ള രേഖകൾ EDക്ക് കൈമാറിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ മരവിപ്പിച്ച നടപടി പിൻവലിക്കാൻ ED തയ്യാറായിരുന്നില്ല. തുടർന്ന് അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് EDക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. അവർ അതിന് മറുപടി നൽകിയത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ അതോറിറ്റിയെ സമീപിച്ചത് എന്നുകൂടി AC മൊയ്തീൻ പറയുന്നു. പക്ഷെ അതോറിറ്റിയിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ല. പക്ഷേ എന്നാൽ പോലും താൻ കൃത്യമായും ഈ പണത്തിന്റെ സ്രോതസ് എന്താണ്, എവിടെയാണ് നിക്ഷേപം ഉണ്ടായത്, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ നൽകിയിട്ടുണ്ട്. തന്റെ കയ്യിൽ 1 രൂപ പോലും അനധികൃതമായി സമ്പാദിച്ച ഒരു സ്വത്ത് പോലും ഇല്ല എന്നും AC മൊയ്തീൻ 24-നോട് പറയുന്നു. അതോടൊപ്പം തന്നെ AC മൊയ്തീൻ പറഞ്ഞത് EDയെയും രൂക്ഷമായി ഇന്ന് AC മൊയ്തീൻ വിമർശിച്ചു. അദ്ദേഹം പറയുന്നത് ഇരുട്ടിൽ തപ്പുന്ന കരിമ്പൂച്ചകളെ പോലെയാണ് EDയുടെ നടപടി. അതോടൊപ്പം വ്യക്തിപരമായി തന്നെയും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ED നടത്തുന്നത്. എന്നാൽ തന്നിൽ നിന്ന് അല്ലെങ്കിൽ താൻ അനധികൃതമായി സമ്പാദിച്ചു എന്ന തരത്തിലുള്ള ഒരു സ്വത്ത് പോലും EDക്ക് കണ്ടുകെട്ടാൻ കഴിയില്ലെന്നും അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ലെന്നും AC മൊയ്തീൻ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഗൂഗിൾ
ശരി സൂരജ്, ഏതായാലും തന്റെ പക്കൽ അനധികൃതമായ ഒരു രൂപ പോലും ഇല്ല എന്നാണ് AC മൊയ്തീൻ പറയുന്നത്. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് തെറ്റാണ് എന്നുകൂടി AC മൊയ്തീൻ 24 പ്രതികരിച്ചു. തെലങ്കാന നഗരത്തിൽ കരടി. കരിനഗർ മനക്കുണ്ടൂരിലാണ് കരടിയെ കണ്ടെത്തിയത്. മരത്തിന് മുകളിൽ കയറിയ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടി. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. മനേഷ്, ഈ നഗരം അതിനടുത്ത് വല്ല വനപ്രദേശവും മറ്റോ ഉണ്ടോ? ഈ കരടി അങ്ങോട്ടേക്ക് എത്തിയത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുന്നത്? ഗോകുൽ, ഇന്ന് രാവിലെയാണ് അവിടെ ഒരു വീടിന് മുമ്പിലുള്ള മരത്തിന്റെ മുകളിലാണ് ഈ കരടിയെ അവിടുത്തെ നാട്ടുകാർ കാണുന്നത്. വളരെ വേഗത്തിൽ തന്നെ പോലീസിലും അതുപോലെ തന്നെ വനംവകുപ്പിലും ഒക്കെ വിവരം അറിയിക്കുകയും ഇതിനകത്ത് ഈ സമീപ, അതായത് മനകൊണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ തടാകമുണ്ട്. തടാകത്തിനപ്പുറം കാടുമാണ്. അവിടെ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് വനപാലകർ എന്തായാലും പറയുന്നത്. ഏറെ നേരം, ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ശ്രമിച്ചാണ് ഈ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനായി സാധിച്ചത്. അത് വളരെ വേഗത്തിൽ തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ വനംവകുപ്പിന്റെയും ഇടപെടൽ അവിടെ ഉണ്ടായി. കാരണം ഇവരെല്ലാം തന്നെ സേനാംഗങ്ങളൊക്കെ സ്ഥലത്തെത്തിയ ഉടൻ തന്നെ ആ മേഖല മുഴുവൻ, അത് വളരെ തിരക്കേറിയ റോഡാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇത് കാണാൻ സാധിക്കും, വളരെ തിരക്കേറിയ റോഡാണ്. ആ റോഡ് പൂർണ്ണമായും തന്നെ ബ്ലോക്ക് ചെയ്തു. മാത്രമല്ല ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് ഈ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത്. അതും ഒരുപാട് സമയമെടുത്തു. കാരണം മരത്തിന് മുകളിലായിരുന്നു കരടി. അത് താഴെ ഇറക്കുക എന്നത് തന്നെ ഒരു വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. അതിനുശേഷം താഴെ ഇറക്കിയതിനു ശേഷമാണ് വെടിവെച്ച് പിടികൂടി മറ്റ് നടപടികൾക്ക് ശേഷം അതിനെ കാട്ടിൽ തന്നെ വിടുമെന്നുള്ളതാണ് അവിടുത്തെ കരിനഗറിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഏകദേശം ഒരു 5 മണിക്കൂറോളം ആ മേഖലയിൽ ആകെ ഭീതി പരത്തിയ ഒരു കരടിയാണ് എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു വനപാലകരെ സംബന്ധിച്ച്. കാരണം മരത്തിന് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ താഴെ ഇറക്കണം. താഴെ ഇറക്കിയതിനു ശേഷമാണ് എന്തായാലും ആ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചത്. തെലങ്കാനയിലെ തിരക്ക് പിടിച്ച കരിനഗർ എന്ന നഗരത്തിലാണ് കരടി എത്തിയത്. ഏതായാലും വളരെ സുരക്ഷിതമായി തന്നെ ആ കരടിയെ മരത്തിൽ മുകളിൽ നിന്ന് താഴെ ഇറക്കി മയക്കുവെടി വെച്ച് പിടികൂടുകയും ചെയ്തു. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലിവിംഗ് ടുഗദർ ബന്ധം പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് ബില്ലിൽ തടവ് ശിക്ഷയ്ക്ക് വ്യവസ്ഥ. 6 മാസം വരെ തടവ് ലഭിക്കുമെന്നാണ് ബില്ലിലുള്ളത്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ തുടരുന്നവർ രജിസ്റ്റർ ചെയ്യണം. ഉത്തരാഖണ്ഡിലെ താമസക്കാരാണോ എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴയും ചുമത്തും. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. സ്ത്രീയോ പുരുഷനോ മതം മാറിയാൽ അത് വിവാഹമോചന ഹർജി നൽകുന്നതിന് കാരണമാകുമെന്നും ബില്ലിൽ പറയുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഉത്തരാഖണ്ഡ് സർക്കാർ ഇന്നലെ ഈ ബില്ല് അവതരിപ്പിച്ചത് നിയമസഭയിൽ. അതിൽ വരുന്ന പുതിയ നിർദ്ദേശങ്ങൾ, മറ്റിടങ്ങളിൽ നിന്ന് ഇനി ഉത്തരാഖണ്ഡിലെ ഈ വ്യക്തി നിയമങ്ങളൊക്കെ എങ്ങനെ മാറും ഈ പുതിയ UCC വരുമ്പോൾ? ഗോകുൽ, ഇന്നലെയാണ് ഈ ബില്ല്, ഏകീകൃത വ്യക്തി നിയമ ബില്ല് അവതരിപ്പിക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. വ്യക്തി നിയമങ്ങളിൽ കർശനമായ വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഈ വിവാഹങ്ങൾ പോലെ തന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പുകളും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കർശന വ്യവസ്ഥ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21 വയസ്സ് പ്രായമാകാത്തവർ മാതാപിതാക്കളുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ ഈ രജിസ്ട്രേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിൽ ഏതെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി പ്രത്യേക പോർട്ടൽ തന്നെ ഏർപ്പെടുത്തും. ഈ പോർട്ടലിൽ രജിസ്ട്രേഷൻ നൽകുന്നതിന് മുമ്പായി ഇവർ നൽകിയ വിവരങ്ങൾ ഒത്തുനോക്കുകയും ആവശ്യമെങ്കിൽ പരിശോധിക്കുകയും ചെയ്യും. അതിൽ എന്തെങ്കിലും നുണ പറഞ്ഞോ കൃത്രിമം കാണിച്ചോ ആണ് പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരോ ആണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കില്ല. രജിസ്ട്രേഷൻ ഇല്ലാതെ ലിവ് ഇൻ റിലേഷനിൽ തുടരുകയാണെങ്കിൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും ലഭിക്കും. കൂടാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. പുരുഷന്മാരുടെ ചുരുങ്ങിയ വിവാഹപ്രായം 21-ഉം സ്ത്രീകളുടേത് 18-മായി നിർബന്ധമാക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ, ലംഘനമുണ്ടായിക്കഴിഞ്ഞാൽ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല്. വിവാഹ രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിലും 20,000 രൂപ പിഴ ഈടാക്കാൻ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വിവാഹ മോചനം എന്നുള്ളത് ജുഡീഷ്യൽ വ്യവസ്ഥയിലൂടെ മാത്രമേ വിവാഹമോചനം അനുവദിക്കുകയുള്ളൂ എന്ന് ഈ ഏകീകൃത വ്യക്തി നിയമ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ സംബന്ധിച്ചുള്ള
സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയ ബില്ല് സംബന്ധിച്ച് അതിൽ ഈ സ്ത്രീയോ ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാവുകയാണെങ്കിൽ അത് വിവാഹമോചനത്തിന് കാരണമായി അപേക്ഷ നൽകാവുന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കുകയാണെങ്കിലും അത് വിവാഹമോചനത്തിനുള്ള കാരണമായി ഉൾപ്പെടുത്തും. കൂടാതെ പങ്കാളികളിൽ ഒരാൾ മതം മാറിയാൽ അത് വിവാഹമോചനത്തിനുള്ള കാരണമായി ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം സ്ത്രീക്കും പുരുഷനും സ്വത്തവകാശം തുല്യമാക്കുന്നതാണ്. അത് ഏത് ഘട്ടത്തിലായാൽ പോലും തുല്യ അവകാശമായിരിക്കും ഈ സ്വത്തിൽ ഉണ്ടാവുക എന്നും കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ശരി ബൽറാം, ഏതായാലും രാജ്യത്ത് തന്നെ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബില്ലിലെ നിർദ്ദേശങ്ങൾ അത് വ്യക്തി നിയമങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. മധ്യപ്രദേശിലെ ഹർഡയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തത്തിൽ മരണം 11ആയി. 59 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ബൽറാം തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ അപകട സ്ഥലത്ത് കൃത്യമായി അവിടുത്തെ തീ അണയ്ക്കുവാനും അവിടെ ഒരു പൂർണ്ണമായ ഒരു പരിശോധന നടത്താനും സാധ്യമാവുന്ന നിലയുണ്ടോ? ഗൂഗിൾ, നിലവിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മധ്യപ്രദേശിലെ ഹാർദയിലെ പടക്ക നിർമ്മാണശാലയിൽ വൻ തീപിടുത്തമുണ്ടായത്. കിലോമീറ്ററുകളോളം അകലെ ഇതിന്റെ ആഘാതമുണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. തുടർച്ചയായി വൻ സ്ഫോടനങ്ങൾ ഈ തീപിടുത്തത്തോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നു. വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ ഫാക്ടറിയിൽ ശേഖരിച്ചു വച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നിർമ്മിച്ചിരുന്ന പടക്കങ്ങൾ, ഒപ്പം തന്നെ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഏറെ നേരം രക്ഷാപ്രവർത്തനം പോലും കഴിയാത്ത രീതിയിലുള്ള തീപിടുത്തമാണ് പ്രദേശത്ത് ഉണ്ടായത്. ഈ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ 100-ലേറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അപകടത്തിൽ 11 പേർ മരിച്ചിരിക്കുന്നു. കൂടാതെ പരിക്കേറ്റവരുടെ എണ്ണം 87ആയി ഉയർന്നിരിക്കുകയാണ്. പലരെയും സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇതിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി മോഹൻ യാദവ് നൽകിയിരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മന്ത്രിയെയും ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി പ്രദേശത്തേക്ക് അയച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകരെ പ്രദേശത്തേക്ക് അയക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഭോപ്പാൽ, ഇൻഡോർ മെഡിക്കൽ കോളേജുകളിൽ ഈ രോഗികളെ എത്തിച്ചാൽ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോകുൽ. ശരി ബൽറാം, ഏതായാലും ആ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 11 മരണം സ്ഥിരീകരിക്കുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് വീണ്ടും. സംസ്ഥാന ബജറ്റിനെതിരെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ മേഖലയ്ക്ക് ഗുണകരമായ ഒരു പ്രഖ്യാപനവും ബജറ്റിലില്ല. വിനോദ നികുതിയിലടക്കം തീരുമാനമില്ലാത്തതും പ്രതിഷേധാർഹമാണെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ഈ സിനിമാ നിർമ്മാതാക്കളുടെ പ്രതീക്ഷിച്ചിരുന്നത്? അവർക്ക് ഇപ്പോൾ ഈ ഒരു രൂക്ഷമായ പ്രതികരണം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നിലവിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ മേഖല പ്രതീക്ഷിച്ച യാതൊരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ നിരവധി പ്രശ്നങ്ങളെപ്പറ്റി സംസ്ഥാന സർക്കാരിന് പരാതി സമർപ്പിച്ചതാണ്. മറ്റൊരു സംസ്ഥാനത്തും നടപ്പിലാകാത്ത വിനോദ നികുതി എന്ന ഇരട്ട നികുതി അത് നിർത്തലാക്കണമെന്നും സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി ഏകജാലക സംവിധാനം ഉണ്ടാകണമെന്നും നിലവിൽ വിവിധ സർക്കാർ വകുപ്പുകൾ ഈടാക്കുന്ന ഭീമമായ ലൊക്കേഷൻ വാടക നിജപ്പെടുത്തണമെന്നും കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതേ സംബന്ധിക്കുന്ന യാതൊരു പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി മലയാള സിനിമകൾക്ക് കൂടുതൽ സബ്സിഡി നൽകുന്ന കാര്യം പരിഗണിക്കേണ്ട ആവശ്യകതയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, ബജറ്റിൽ ഉണ്ടായില്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. അതിന്റെ പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത്. ശരി ശ്രീകാന്ത്, ഏതായാലും സിനിമ നിർമ്മാതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. അതാണ് അവർ ഈ ബജറ്റിനെതിരെ രംഗത്ത് വരുവാൻ ഇടയാക്കിയിരിക്കുന്നത്.
സംസ്ഥാന ബജറ്റിൽ റേഷൻ മേഖലയോട് അവഗണനയെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. റേഷൻ മേഖലയെ തകർക്കാനാണ് ശ്രമമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ. മറുപടി പ്രസംഗത്തിലും പരിഗണന ലഭിച്ചില്ലെങ്കിൽ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജോണി നെല്ലൂർ. ഇന്നലെ സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സമൂഹത്തെ, അവരുടെ കുടുംബങ്ങളെ, അവരെ ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇതുപോലെ നിരാശയിലേക്കും ബുദ്ധിമുട്ടിലേക്കും തള്ളിവിട്ട ഒരു ബഡ്ജറ്റ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, നിലവിൽ LDFന്റെ ഭാഗമായ കേരള കോൺഗ്രസിലാണ് ജോണി നെല്ലൂർ ഉള്ളത്. എന്നിട്ടും ഈ ബജറ്റിൽ രൂക്ഷമായ വിമർശനം വരുന്നു. തീർച്ചയായിട്ടും ഗോകുൽ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോണി നെല്ലൂർ പറയുന്നത്. പല ആവശ്യങ്ങൾ പലതവണ സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അറിയിച്ചതാണ്. പക്ഷേ ബജറ്റിൽ യാതൊരു പരിഗണനയും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് അവർ പറയുന്നു. പ്രധാനമായും വേതന പാക്കേജും ആരോഗ്യ പരിരക്ഷയും കാലങ്ങളായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ഇക്കാര്യങ്ങൾ നേരിട്ട് അറിയിച്ചിരുന്നു. പക്ഷേ യാതൊരു പരിഗണനയും അവർക്ക് ലഭിച്ചില്ല. കോവിഡ് കാലത്ത് നൽകിയ ഭക്ഷ്യക്കിറ്റിന്റെ പണം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉൾപ്പെടെ ഉത്തരവിട്ടിരുന്നു. പക്ഷേ അതിനും പണം മാറ്റി വെച്ചിട്ടില്ല. ഓരോ മാസവും തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പണവും ഒപ്പം തന്നെ കമ്മീഷൻ വേതനവും അടുത്ത മാസമാണ് ലഭിക്കുന്നത്. ഓരോ മാസവും ഇവർക്ക് വേതനം ലഭിക്കുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ റേഷൻ കട വ്യാപാരികൾ നേരിടുന്നുണ്ട്. അതിലൊന്നും യാതൊരു പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പേരിന് പോലും പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന പരിഭവമാണ് റേഷൻ കട വ്യാപാരികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇനി മറുപടി പ്രസംഗത്തിലാണ് അവരുടെ ഏക ആശ്രയം. മറുപടി പ്രസംഗത്തിലും ഇത്തരത്തിൽ അവഗണന നേരിടുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് റേഷൻ കട വ്യാപാരികളുടെ തീരുമാനം. കക്ഷി രാഷ്ട്രീയം നോക്കാതെ റേഷൻ കട വ്യാപാരികളുടെ ഉന്നമനത്തിനും ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന കാര്യം കൂടിയാണ് റേഷൻ കട വ്യാപാരി അസോസിയേഷന്റെ ഭാഗമായ ജോണി നെല്ലൂർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഗോകുൽ, ശരി, റേഷൻ വ്യാപാരികളുടെ അതൃപ്തി, പ്രതിഷേധമാണ് അറിയിക്കുന്നത്. അത് പറയുന്നത് LDFന്റെ ഭാഗമായ ജോണി നെല്ലൂർ എന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തിരികെ ഇപ്പോൾ കിട്ടിയതിലേക്ക്. കോഴിക്കോട് കാട്ടുകുളങ്ങരയിൽ മോഷണം. പൊറ്റമ്മൽ പാലാഴി റോഡിലെ പന്തക്കൽ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. 1 ക്വിന്റൽ കുരുമുളകും അടക്കയും മോഷണം പോയി. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അവർ പൂട്ട് പൊളിച്ചിട്ട് 2 പൂട്ടും പൊളിച്ചിട്ടാണ് അകത്ത് കിടന്നത്. പുറത്തെ ഡോറിൻ്റെ പൂട്ടും അകത്തെ ഷട്ടറിൻ്റെ പൂട്ടും. ഇതാണ് സംഭവം ഉണ്ടായത്. ഏകദേശം 1 ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടമുണ്ട്. 2 ചാക്ക്, വലിയ ചാക്ക് കുരുമുളക്, 2-2.5 ചാക്ക് അടക്ക, കൊട്ടടക്ക, ഇതാണ് നഷ്ടപ്പെട്ടത്. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എപ്പോഴാണ് ഈ മോഷണം നടന്നത്? എന്തായാലും ഒരാൾക്ക് തനിച്ചൊന്നും നടത്താവുന്ന ഒരു മോഷണമല്ലല്ലോ അത്. ഗൂഗിൾ വലിയ ഒരു മോഷണമാണ്. പ്രത്യേകിച്ചും മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില, അതായത് പ്രത്യേകിച്ച് കുരുമുളക്, അതോടൊപ്പം തന്നെ ഉണക്ക അടയ്ക്കൊക്കെ നല്ല വിലയുള്ള ഒരു സമയം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് കട അടച്ചു പോയത്. പിന്നീട് 3:30 അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചറിയിച്ചപ്പോഴാണ് കട തുറന്നു കിടക്കുന്നതായി അറിയുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഒരു സംഘം കാറിലെത്തുകയും അവിടെ നിന്നുള്ള 1 ക്വിൻ്റലിനടുത്ത് കുരുമുളക്, ഒപ്പം തന്നെ 1.5 ക്വിൻ്റലോളം വരുന്ന ഉണക്ക അടക്കയും അവിടുന്ന് മോഷ്ടിച്ചതായി അറിയുന്നത്. വിശദമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. രാത്രി 1 മണിയോട് കൂടെ ഈ സംഘം അവിടെ എത്തുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല. ആ വാഹനം മടങ്ങിപ്പോകുന്നു. പിന്നീട് വീണ്ടും വരികയും ആ സമയത്ത് ആളൊഴിഞ്ഞൊരു സമയം നോക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ 12 വർഷമായി ഇദ്ദേഹം ഈ കട നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത് ആദ്യമാണ്. ഏതായാലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വടകരയിലും മോഷണം നടന്നിരുന്നു. മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തന്നെയാണ് അവിടെയും മോഷണം നടന്നിരുന്നത്. സമാന സ്വഭാവമുണ്ട് എന്നത് കൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടി പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. ഗോകുൽ, കോഴിക്കോടാണ് മോഷണം. ഏതായാലും ഈ മലഞ്ചരക്ക് സാധനങ്ങൾക്ക്, കുരുമുളകിനൊക്കെ വില കൂടിയ സമയത്ത് അത് നോക്കി അത്തരം സ്ഥാപനങ്ങളിൽ, മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവാകുന്നു കോഴിക്കോട്ട് എന്നതാണ് സമീർ C. മുഹമ്മദ് നൽകുന്ന വിവരം.
സംസ്ഥാനത്ത് മദ്യ കയറ്റുമതിക്കുള്ള ചട്ടങ്ങൾ ലഘൂകരിക്കുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ NOC ഒഴിവാക്കും. ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി ഡിസ്റ്റിലറി റൂളിലും ഇളവ് കൊണ്ടുവരും. KSIDC MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കഴിഞ്ഞ ദിവസം ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായിരുന്നു. പുതിയ നിർദ്ദേശങ്ങൾ അത് നിലവിലെ നിയമങ്ങളിൽ നിന്ന് എത്രത്തോളം മാറ്റമുണ്ട്? ഗോകുലി, കേരളത്തിൽ നിർമ്മിക്കുന്ന മദ്യത്തിന് വിദേശത്തെ സാധ്യതകൾ മുതലെടുക്കാനാണ് KSIDC MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഒരു പഠനം നടത്തിയത്. ആ പഠനം നടത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ഇതിലാണ് നിയമങ്ങളിൽ സമഗ്രമായ ഇളവ് വരുത്തും എന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ ഇങ്ങനെയൊക്കെയാണ്. അതിലൊന്ന്, വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ ഇനി മുതൽ NOC നൽകേണ്ട. എക്സ്പോർട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ എക്സൈസ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിനാൽ അനുമതി പത്രം അനാവശ്യമാണെന്നാണ്, അല്ലെങ്കിൽ ആവശ്യമില്ല എന്നുള്ളതാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കേരളത്തിലെ ഡിസ്റ്റിലറിയുമായി സഹകരിച്ച് പുറത്തുള്ള സംസ്ഥാനത്തെ ഒരാൾക്ക് മദ്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഡിസ്റ്റിലറി റൂൾ. ഈ നിബന്ധന ഒഴിവാക്കും. ഇതോടെ കേരളത്തിലെ ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമുള്ള ആർക്കും ധാരണാപത്രത്തിൽ ഏർപ്പെടാൻ കഴിയും. മറ്റൊന്ന്, ഈ അന്താരാഷ്ട്ര റോഡ് ഷോ, ട്രേഡ് ഷോ എന്നിവയ്ക്ക് പെർമിറ്റ് എടുത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മദ്യത്തിന്റെ അളവ് പ്രതിമാസം 10 ലിറ്ററാണ്. ഇത് 20 ലിറ്ററായി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. കൂടാതെ ലേബൽ അപ്രൂവൽ റൂൾസിൽ ഭേദഗതി വരുത്തണം. നിലവിൽ ഇപ്പോൾ ഈ മദ്യക്കുപ്പിയിലെ ലേബലിലെ ഒരു അക്ഷരം പോലും മാറ്റം വരുത്തണമെങ്കിൽ എക്സൈസിന്റെ അനുമതിയും ഫീസും ഒക്കെ അടയ്ക്കണം. എന്നാൽ ഇനി മുതൽ ലേബലിന്റെ കാര്യം ഉൽപാദകന് തീരുമാനിക്കാം. രാജ്യവിരുദ്ധ പരാമർശങ്ങളോ മോശം പരാമർശങ്ങളോ ഉണ്ടോ എന്ന് മാത്രം എക്സൈസ് പരിശോധിച്ചാൽ മതിയാകും. മാത്രമല്ല, മദ്യത്തിന്റെ എക്സ്പോർട്ട് ലേബൽ അപ്രൂവൽ ഫീസ്, ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസ്, എക്സ്പോർട്ട് പാസ് ഫീസ് എന്നിവ ഒഴിവാക്കണമെന്നും ഈ മൂന്നിനത്തിനും സർക്കാരിന് കാര്യമായ വരുമാനമില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് എക്സൈസിന്റെ എല്ലാ സേവനങ്ങളും ഏകജാലക സംവിധാനത്തിലൂടെ നൽകണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ 9 നിർദ്ദേശങ്ങളും മദ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മദ്യ കയറ്റുമതി എങ്ങനെ വേണം എന്നുള്ള കാര്യം പറയുന്നതാണ്. ഏതായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പ് ഒരു അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും നിയമങ്ങളിൽ ഇളവ് വരിക. ഗോകുൽ. ശരി ഷഫീദ്, വരുമാന വർധന അല്ലെങ്കിൽ കൂടുതൽ വരുമാനം കണ്ടെത്താൻ മദ്യം കയറ്റുമതി എന്നൊരു സാധ്യത ബജറ്റിലും പ്രഖ്യാപിച്ചിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ KSIDCയുടെ നിർദ്ദേശങ്ങൾ വരുന്നത്. അത് നിലവിലെ എക്സൈസ് നിയമങ്ങളിൽ ലഘൂകരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മദ്യ കയറ്റുമതി നടത്താൻ സാധിക്കുന്ന തരത്തിലാണ് നിർദ്ദേശങ്ങൾ വരുന്നത്. ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.